നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ നഗരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. നഗരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയായി മാറുകയാണ്. പാനൂരിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് പതിവാകുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30 മണിയോടെയാണ് പാനൂർ നാൽക്കവലിയിലെ തലശ്ശേരി റോഡിലുള്ള ശശീന്ദ്ര ജ്വല്ലറിക്ക് മുൻപിൽ പൈപ്പ് പൊട്ടിയത്. ഇത് സംബന്ധിച്ച് KP മോഹനൻ MLA ഉൾപ്പെടെയുള്ളവർ വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ശനിയാഴ്ച രാവിലെയും വെള്ളമൊഴുകി റോഡിൽ വാഹന ഗതാഗതം അവതാളത്തിലാക്കുന്ന സ്ഥിതിയുണ്ടായി. ഒരു മാസം മുമ്പ് നാൽക്കവലിയിൽ പൂക്കോം റോഡിൽ പൈപ്പ് പൊട്ടുകയും റോഡ് തകരുകയും ചെയ്തിരുന്നു. റോഡിൽ കുഴിയെടുത്ത് പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി പരിഹരിച്ചെങ്കിലും റോഡിലെ കുഴി അടച്ചിരുന്നില്ല. തുടർന്ന് ഓണക്കാലത്തടക്കം നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ വാട്ടർ അതോറിറ്റി വൈകിച്ചതോടെ പഴി പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിനായിരുന്നു. ശുദ്ധജലം പാഴാവുക മാത്രമല്ല, റോഡ് തകരുകയും ചെയ്യുന്നിരിക്കെ വാട്ടർ അതോറിറ്റിയുടെ നിസ്സംഗത പരക്കെ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച തന്നെ പൈപ്പിലെ തകരാർ പരിഹരിക്കാൻ സാധിക്കുമെന്നിരിക്കെ 2 ദിവസത്തെ അവധി ആസ്വദിക്കാനാവില്ല എന്ന ബോധത്താൽ പ്രവൃത്തി നടത്താതിരിക്കുകയാണെന്ന് നാട്ടുകാരുടെ ആക്ഷേപമുണ്ട്. പാനൂർ കൂത്തുപറമ്പ് റോഡിൽ മുകേരി രാജീവ് ഗാന്ധി സ്കൂളിന് മുമ്പിലത്തെ റോഡിലും ഒരാഴ്ചയിലധികമായി പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നുണ്ട്. ഭൂമിക്കടിയിൽ പൈപ്പ് പൊട്ടി തകർന്നാലുടൻ മാറ്റിയില്ലെങ്കിൽ പൈപ്പിലേക്ക് മാലിന്യങ്ങൾ ഇറങ്ങി വെള്ളം അശുദ്ധമാകുന്ന സ്ഥിതിയും സംജാതമാണ്. സമഗ്ര ന്യൂസ്, പാനൂർ.